ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ചെടി കുഴിച്ചിടും. ചെടി എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ അതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ പുല്ല് ചെടി ഇല്ലേ, പാടത്തൊക്കെ കാണുന്ന ഒരു തരം പുല്ല്, നന്നായി പ്രത്യേകിച്ച് ഒരു കെയറിംഗ് ഒന്നും വേണ്ടാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മണ്ണിൽ ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്ന ഒരു ചെടി. ആ ഒരു ഇലച്ചെടി അല്ല, ഒരു പുല്ല് പോലത്തെ ഒരു പുല്ല് വർഗ്ഗമാണ്. ആ ചെടി നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്തിടില്ലേ, എന്നിട്ട് കറക്റ്റ് ഭംഗിക്കൊക്കെ ഇങ്ങനെ വെട്ടി കൊടുക്കാനൊക്കെ നല്ല ഭംഗിയായിട്ട്. അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ ചെടി നമ്മൾ ആദ്യം ഇങ്ങനെ ഈ ഹാങ് ചെയ്ത ചട്ടുകളിലൊക്കെ നിറച്ച് ചെടി ഉണ്ടായിരുന്നു കേട്ടാ. ഓരോ സമയത്ത് ഓരോ ഭ്രാന്താണല്ലോ. അപ്പൊ ഇപ്പൊ ആ ഭ്രാന്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒഴിവ് ദിവസങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത്തരം സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുക. അപ്പൊ കുറച്ചിപ്പോ ആ ശ്രദ്ധയൊക്കെ വിട്ടുപോയതിനാൽ ചെടികളൊന്നുമില്ല. ഈ ഒരു ഇലച്ചെടികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ ശ്രദ്ധിക്കാറില്ല. കുറെയൊക്കെ വെക്കുമ്പോൾ പിന്നെ തീരെ ഉണ്ടാവൂല. അതിനായിട്ട് അത്രയും കെയറിങ് വേണ്ടേ. നമ്മൾ ഈ സമയമില്ലാത്ത സമയത്തൊക്കെ ചില ദിവസങ്ങൾ ശ്രദ്ധിക്കാനേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ശ്രദ്ധ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുക, ഈ ഒരു ചെടി കണ്ടപ്പോഴേ അത് ഉണങ്ങി പോവാറായിരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ആ ചെടി, പുല്ല് ചെടി, ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തതിലൊക്കെ ഉണങ്ങി മണ്ണൊക്കെ ആകെ, എന്താ പറയാ, കുറേ മുന്നേ ചെടികളൊക്കെ നശിച്ചു പോയതാ. നല്ല പച്ചപ്പിൽ ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ നിന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെയായി. അപ്പൊ അതിൽ നമ്മളൊന്ന് ചെടി നടാൻ ഉദ്ദേശിക്കുന്നേ, ഈ പുൽച്ചെടി. അപ്പൊ അതിലത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റണം, എന്നിട്ട് പുതിയ മണ്ണിടണം. പിന്നെ അതുപോലെ നമ്മൾ ചെടിക്കിട്ട് കൊടുക്കുന്ന കുറച്ച് വളം ഇവിടെ കാണണം. നമ്മൾ ഈ പാക്കറ്റ്, എന്താ പറയാ, ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടെന്നുള്ള വളം ഉണ്ട്. അപ്പൊ അതൊന്ന് അതിനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വളർന്നു വരും. പിന്നെ ഇടയ്ക്ക് അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ചെടിയാകുമ്പോൾ പിന്നെ നനച്ചു കൊടുത്താലും മതി. ചിലപ്പോൾ രാവിലത്തെ സമയം നനയ്ക്കാൻ പോലും നേരം കിട്ടില്ല. എന്തായാലും വേണ്ടില്ല. അപ്പൊ ഞാൻ അതൊന്ന് ചെടിച്ചട്ടിയിലൊക്കെ ഒന്ന് കുഴിച്ചിടട്ടെ. അപ്പൊ ഇന്ന് എന്തായാലും സമയം ഉണ്ടല്ലോ. അപ്പൊ ഈ ഹാങ് ചെയ്ത ഒരു ചട്ടി കേട് വന്നു കേട്ടോ. ഒരു ചട്ടി കേട് നിൽക്കുന്നു. അപ്പൊ ഈ ഹാങ് ചെയ്തൊരു 3 ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൊന്നും ചെടികളില്ല. അതിൽ ഈ ചെടി വെച്ചാൽ നല്ലതാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ അതൊന്ന് എടുത്ത് ചെടിയൊക്കെ വെച്ചു, ഒരു ചട്ടിയിൽ വെച്ചു കൊടുത്തു. ഇനി അടുത്ത ചട്ടി, അതിലും ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് വെച്ചു കൊടുക്കട്ടെ. എന്നിട്ട് കുറച്ച് നനച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സുന്ദരിയാക്കിയിട്ട് അങ്ങനെ തൂക്കിയിട്ടാലോ? ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അപ്പോ നല്ല ഭംഗിയല്ലേ, അതിങ്ങനെ ഹാങ് ചെയ്ത് എടുക്കാൻ നല്ല രസമാണ് കാണാൻ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തതിനാൽ അതങ്ങനെ ഉണങ്ങി ആകെ നാശമായിട്ട് ചെടിച്ചട്ടി മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി, അതിൽ അല്പം ചെടികളൊക്കെ ഒന്ന് കുഴിച്ചിട്ട് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ലതല്ലേ. ഇനി ഒന്നിലും കൂടി ഉണ്ട് കേട്ടോ, അത് ചെയ്തിട്ടില്ല. അപ്പൊ 2 നമ്മളിപ്പോ ഇതുപോലെ ചെടി നട്ടു, വെള്ളം ഒഴിച്ചു, ഹാങ് ചെയ്ത് വെച്ചു. ഇനി അതിലുണ്ടാവുമോ നോക്കാം. ഇനി ഈ ഒരാഴ്ച ഇനിയിപ്പോ അത് ശ്രദ്ധിക്കാൻ പറ്റും. എപ്പോഴെങ്കിലും ഒരു ഓർമ്മ ഉണ്ടായാലും മതി നനച്ചു കൊടുക്കാനൊക്കെ. ശ്രദ്ധിക്കണം. അപ്പൊ അതിലെ പുല്ലൊക്കെ, ആ ചെടി, എന്താ പറയാ, പുൽച്ചെടിയൊക്കെ ഒന്ന് വളരട്ടെ. വളർന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് നോക്കാം എവിടം വരെ പോവും നോക്കാലോ. അപ്പൊ ഇത്രയല്ലോ. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി എന്താ, ഇനി ജോലികളുണ്ട് കേട്ടോ. അപ്പൊ ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.